വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും സൂപ്പർ ബിയർ അഡ്വഞ്ചറിൻ്റെ പാർട്ട് 4 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് നമ്മുടെ ജെയിൻ്റ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ ഒരു ബോസിനെ നമ്മൾ ഈ എപ്പിസോഡിൽ കൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണ് കുറച്ചും കൂടി ഹാർഡസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ഹാർഡസ്റ്റ് അല്ല, ഏറ്റവും ഹാർഡസ്റ്റ് ഒന്നല്ല, എന്നാലും നല്ല ഹാർഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിവർ പോയി തുറക്കാം. ഓക്കെ, നമുക്ക് ഇവരെ വേണമെങ്കിൽ അയ്യോ ട്രിപ്പിൾ ടേക്ക് ഡൗൺ ഗൈസ് മൂഞ്ചിന്ന് തോന്നുന്നു. ഓക്കെ 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 നമുക്ക് ആ ലിവർ പോയി തുറന്നിട്ട് വരാം. ഓക്കെ, അവനെ നിർത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കളി തുടങ്ങിയപ്പോൾ തന്നെ ചത്തു ഗൈസ് നമ്മൾ. അപ്പോൾ നമുക്ക് വീണ്ടും റീ അടിക്കാം. അവന്മാർ കുറച്ച് സീനാണ്. അതെന്നാലും ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ലിവർ പോയി തുറന്നാൽ ഇത് ഒരുത്തനെ അവിടെ ഭാഗ്യം. നേരെ പോയിട്ട് ലിവർ കഴിക്കുക. ലൈഫ് എടുക്കുക, ചാടുക. ഓ വീണ്ടും തിരുമ്പി വന്നിരുട്ടെ. ഓക്കെ, നമ്മളെ ടെസ്റ്റ് സബ്ജക്ട് നമ്പർ 1.06 നമ്മളെന്തായാലും ഇത്തവണ നമ്മൾ ജയിച്ചിരിക്കും. മുഞ്ചി ഫസ്റ്റ് തന്നെ പക്കാ മുഞ്ചലാണ്. പക്കാ മുഞ്ചൽ എന്ന് വെച്ചാൽ അമ്മായി പക്കാ മുഞ്ചലെ കാലുകൊണ്ടുള്ള അടി. അത് കഴിഞ്ഞാൽ അവൻ നമ്മളെ പല്ലുകൊണ്ട് കടിക്കും. അയ്യോ, അപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, അത് കൊടുത്തു. നമുക്ക് ഹെൽത്തുള്ള ഹെൽത്തിക്ക് പോകണം. ഓക്കെ, ഹെൽത്തുള്ള ഹെൽത്തിക്ക് പോയിട്ട് അത് കിട്ടി. നമുക്ക് അടുത്ത ഹെൽത്ത് കിട്ടുന്നില്ല. ഞാൻ പല്ലോണ്ട് കിട്ടുന്നില്ല. പല്ലോണ്ട് കിട്ടുന്നില്ല. എന്തൊക്കെ അത്രയുള്ളൂ. ഒരു അടിയും കൂടി മതി ഗൈസ്, നമ്മളവനെ തോപ്പിക്കും. 1 അടിയും കൂടി. ഈ ലൈഫൊന്ന് കയറി വരികയാണ്. അവിടെ ഉണ്ട് ലൈഫ്. അപ്പോൾ എടുത്തിട്ട് പെട്ടെന്ന് വരാമല്ല. ഓ അത് കിട്ടി, അത് കിട്ടി. ഇല്ലല്ല, അത് കിട്ടില്ല, സോറി. അയ്യോ, ഓക്കെ, പല്ലോണ്ട് കുത്തുകയാണെങ്കിൽ ഇല്ല ഗൈസ്, അവൻ വീണ്ടും വാലോണ്ട് അടിയാണ്. വാലോണ്ട് അടിക്കണം. പല്ലോണ്ട് കുത്തുകയാണെങ്കിൽ പല്ലോണ്ട് കുത്തുന്നില്ല.
പല്ലോട് കുത്തിയാൽ മാത്രമേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ തീർത്തു. ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇവൻ നമ്മളെ ഈ വീട്ടിലേക്ക് ഇവൻ്റെ വീട്ടിലേക്ക് ഇറക്കിയിട്ട് ഇവനെ കൊല്ലാനാണ്. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യുക ഗൈസ്. പ്ലീസ് സപ്പോർട്ട് മീ. ഓക്കെ, എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും പറ്റാത്തോളം ഷെയർ ചെയ്യുക. കമൻ്റൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ആഡ് വന്നു, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഈ ഗെയിമിൻ്റെ ഒരു പക്ക ഡ്യൂപ്ലി ഫാനാണ് ഇത്. നിങ്ങൾ ആരും കളിക്കരുത് കേട്ടോ. ഏറ്റവും പക്ക പേട്ട ഗെയിമെന്നാണ് ഞാൻ പറയാം. ഇതിൻ്റെ തന്നെ കോപ്പി ഫാനാണ്, പക്ഷേ ഇതുമായിട്ടൊരു ബന്ധം കൂടിയില്ല. ഇത് പക്ക പേട്ടയാണ്. ഇതൊക്കെ അവർ കോപ്പി ചെയ്തുണ്ടാക്കിയേക്കണാണ്. ഇതൊക്കെ നമ്മുടെ പിയറിലാണ്, പക്ഷെ കളി തുടങ്ങുമ്പോൾ വേറെ ആവുള്ളൂ. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾ സൂപ്പർ ബിയർ ആണ് പറഞ്ഞത്. ഇതൊക്കെ സൂപ്പർ ബിയർ ഉണ്ട്, പക്ഷെ ഇത് കണ്ടിട്ട് സൂപ്പർ ബിയർ ആണ് പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യരുത് ഗൈസ്. ഇത് പക്ക ഡ്യൂപ്ലി ഗെയിമാണ്. ഇത് സാധാ ഒരു വേട്ട ഗെയിമാണ്. സൂപ്പർ ബിയർ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഡൗൺലോഡ് ചെയ്യരുത് ഗൈസ്. ഓക്കെ, നമുക്ക് ഇൻഡോ അടിക്കാം. എന്തപ്പത്? ഓക്കെ, പാണ്ട ഫോറസ്റ്റ് റെസ്ക്യൂ എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ നിങ്ങളൊരു പ്ലേ സ്റ്റോറിൽ GTA 5 കണ്ടിട്ടുണ്ടാവും. GTA 5 പിക്ചേഴ്സാണ് ഫുള്ള് കൊടുത്തുള്ളത്. അതും ഫ്രീ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ വിചാരിച്ചിട്ടാണ്. അവ ഒരിക്കലും പറ്റില്ല. പക്ഷേ GTA 5 ഓരോ പിക്ചേഴ്സ് വെച്ചിട്ട് ഇവർ കൺവേർട്ട് ചെയ്യാൻ നോക്കും. ഡൗൺലോഡ് കൂടാനായിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിലൊന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ GTA 5 കാശിനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പാണ്ട റെസ്ക്യൂ അതൊന്നും ഡൗൺലോഡ് ചെയ്യണ്ട. സൂപ്പർ ബിയർ കളിച്ച് നോക്ക്. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്. സൂപ്പർ ബിയർ ഈസ് റിയൽ. ഓക്കെ, സൂപ്പർ ബിയർ ഈസ് റിയൽ ഗൈസ്. ഇനി നമുക്ക് ആകെ ഒരു സ്ഥലം കൂടി, അതാണ് ഈ സ്ഥലം. സ്ഥലത്തിൻ്റെ പേരാണ് ഹൈവ്. 16 പേരെ രക്ഷിച്ചിട്ടുണ്ട്. 22 പേരെ നമ്മൾ രക്ഷിക്കണം. ഓക്കെ, അപ്പോൾ 22 പേരെ രക്ഷിച്ചാൽ മാത്രമേ നമുക്ക് കാര്യം. നമുക്കപ്പോൾ ടർട്ടിൽ ടൗൺ പോയിട്ട് രക്ഷിക്കാത്ത കുറച്ച് പേരുണ്ട്, അവരെ രക്ഷിച്ചിട്ട് വരാം. ടർട്ടിൽ ടൗൺ രക്ഷിച്ചിട്ട് വരാം. നമുക്കിനി 16, 17, 18, 19, 20, 21, 22 6 പേരെയും കൂടി രക്ഷിച്ചാൽ മതി. ലിവർ വെക്കാം. നമുക്ക് ലോറി എടുത്തിട്ട് വരാം. ലോറി കിട്ടി നമുക്ക് ഇല്ല. ലോറി എടുക്കാം. ലോലി മോട്ടാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഉണ്ട് രക്ഷിക്കാത്ത ഒരാളെ നമ്മൾ പോയിട്ട് രക്ഷിക്കണം. രക്ഷിക്കാത്ത കുറച്ച് പേരുണ്ട് ഇവിടെ. ഇവരൊക്കെ രക്ഷിച്ചാണ്. എന്താ വെച്ചാൽ ഇവരൊക്കെ ഏജിൻ്റെ അവിടെ കണ്ട ഒരു വൈറ്റ് കളറില്ലാത്ത പോലെ കാണിക്കും. പക്ഷെ രക്ഷിക്കാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ കളർ കാണിക്കില്ല. രക്ഷിക്കാം, കുഴപ്പമൊന്നുമില്ല നമുക്ക്. പക്ഷേ 125 കോയിൻ കളക്ട്. അത് വേറൊരു ടാസ്ക്കാണ്. ഓക്കെ,
അതാണ് മെയിൻ പക്ക ടാസ്ക്. ഓക്കെ, ഇവിടുത്തെ കോയിനൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾക്ക് അവിടുത്തെ കോയിനും കൂടി കളക്ട് ചെയ്യണം. ഇനി കോയിനില്ല അവിടെ. ഞങ്ങൾക്ക് മുകളിൽ കയറാം. ഇനി എവിടെയാണ് കോയിനുള്ളത്? എല്ലാ സ്ഥലം ഓരോരോ സ്ഥലം നമുക്ക് ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോവാം. അല്ലെങ്കിലേ മൊത്തം കൺഫ്യൂഷനാവും. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഇവനോട് സംസാരിക്കാനുള്ള നേരമൊന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇവനൊക്കെ കോയിൻ കളക്ട് ചെയ്യാം. ഇനി വേറെ സ്ഥലത്ത് വേറെ ആൾക്കാരെ രക്ഷിക്കാനുണ്ടോന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോയിൻ നമ്മൾ രക്ഷിക്കാത്ത കുറച്ച് പേരുണ്ടാവും. ഓ, നമ്മളെ രക്ഷിക്കാത്ത ഒരാളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇവിടേക്കല്ല വന്നത്. ഇവിടേക്ക് തന്നെയാണ് വന്നത്. ഇവിടെ ഈ വീടിൻ്റെ ഉള്ള ഒരാളുണ്ട്. 125 ടോക്കൺ വേണം. നമ്മളെ 69 ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ വെള്ളത്തിൻ്റെ അടിയിൽ പോവാം. ഓക്കെ, ഈ വഴി കയറി. ഇയാളെ രക്ഷിച്ചിട്ടില്ല. ഞങ്ങൾക്ക് രക്ഷിക്കാം. ആഡ് വന്നിട്ടുണ്ട്. നമ്മളോട് ഗെയിം കളിക്കാമെന്ന് പറയുന്നു. അയ്യോ, നമുക്കൊരു 6 എണ്ണം എടുക്കാം. നമുക്കെന്നാ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? നമുക്ക് ഹൈവേയിലേക്ക് പോണ ആ വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ ഇടാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഹൈവേയിലേക്ക് പോകും. പക്ഷെ ബോസിനെ കൊല്ലില്ല, അത്ര നേരമില്ല ഗൈസ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് ഒരു സ്ഥലം കൂടി ഉണ്ട്. പെട്ടെന്ന് നമുക്ക് പോയിട്ട് ആളെയും കൂടി രക്ഷിക്കാം. പെട്ടെന്ന് തന്നെ പോണേ. നോക്കാം മൂഞ്ചി ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ടാറ്റ.